ദി സ്പൈസി ടേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. ഒരു നൂലപ്പത്തിൻ്റെ ഉള്ളിൽ ചിക്കൻ തോരൻ നിറച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രീതികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇതുകൂടി ഒന്ന് എപ്പിസോഡും കൂടി ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ. ചിക്കൻ തോരൻ ഉണ്ടാക്കി ആദ്യമായി ഒരു പാത്രത്തിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. അതിനുശേഷം നന്നായി തിളയ്ക്കണം. ഈ കാണുന്ന കപ്പിന് 3 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം, ഉപ്പ് വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിക്കുക. ഇതുപോലെ നന്നായി ഇളക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി കുഴയ്ക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാവും പൊടിയുള്ളത്. നൂലപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. സേവനാഴിയിൽ നൂലപ്പത്തിൻ്റെ ചില്ലിട്ടതിന് ശേഷം മാവ് അതിലേക്ക് നിറച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിന് മുകളിൽ ഇതുപോലെ ഒരു നല്ല വൃത്തിയുള്ള തുണി കെട്ടി ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് തേങ്ങ ചിരവിയത് വിതറി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നൂലപ്പം തയ്യാറാക്കുക. അപ്പോൾ അത് നല്ല വലിപ്പമുള്ള ഒരു നൂലപ്പമാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് ചിക്കൻ തോരൻ വിതറി കൊടുക്കണം. ഇതുപോലെ നിരത്തുക. വീണ്ടും ഇതിന് മുകളിലായിട്ട് ഒരു നൂലപ്പം കൂടി ഉണ്ടാക്കണം. അതിനായി സേവനാഴിയിൽ പൊടി മാവൊടിച്ച് ഇതുപോലെ നൂലപ്പം അതിൻ്റെ മുകളിൽ തയ്യാറാക്കുക. ഇഡ്ലിച്ചെമ്പുള്ളവർ അതിലുണ്ടാക്കിയാലും മതി. എൻ്റെ അടുത്ത് ഉള്ളതിൽ ഈ ഒരു തട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെത് വെറും ഇഡ്ലിത്തട്ട് മാത്രമേ ഉള്ളൂ, നൂലപ്പത്തിനുള്ള തട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രം അതിന് മുകളിൽ വെച്ച് ആവി കളയുന്നത്. ഇങ്ങനെ ആവി വരും. ആ സമയം അത് വെന്ത് കാണും. നോക്കിയാൽ നന്നായി വെന്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വാഴയില വെച്ചിട്ടാണ് അതിലേക്ക് ഇത് മാറ്റുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും, ഒരു വെറൈറ്റിയാണ്. ഇത് എന്തായാലും 2 ആൾക്ക് കഴിക്കാൻ ഉണ്ടാവും. ഇതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കൂ. ഇതിങ്ങനെ മുറിച്ച് കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട.